നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയല്ലോ. പോരാട്ടം കനക്കുകയാണ്. കിരീട പോരാട്ടത്തോടൊപ്പം തന്നെ ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള പോരാട്ടവും കനക്കുന്നു. 4 ഗോളുകളുമായിട്ട് ഒരു പിടി താരങ്ങൾ, 4 ഗോളുകളുമായിട്ട് 4 താരങ്ങൾ ടോപ്പ് സ്കോറർ പട്ടികയിൽ ഒന്നാമതാണ്. അതിൽ 3 പേരുടെ ടീമുകളും പുറത്തായി കഴിഞ്ഞിട്ടുണ്ട്. റയലിൻ്റെ യുവതാരം ഗോൺസാലോ ഗാർസിയാണ് ഇനി ആ കൂട്ടത്തിൽ കളിയിൽ തുടരുന്നത്. നമുക്ക് നോക്കാം ആരാണ് ഗോൾഡൻ ബൂട്ടിനുള്ള സ്റ്റാൻഡിങ്സിൽ മുമ്പിലെന്ന്. ഒന്ന്, ഗോൺസാലോ ഗാർഷ്യ. റയൽ മാഡ്രിഡിനായിട്ട് 4 ഗോളുകൾ അവൻ നേടി. ഒരു അസിസ്റ്റും അവൻ്റെ വകയുണ്ടല്ലോ. അപ്പോൾ 4 ഗോളുകളുമായിട്ട് അവൻ ഒന്നാമത്. ഒപ്പം ബെൻഫിക്കയുടെ ആംഹേൽ ഡി മരിയ 4 പെനാൽറ്റികളാണ് അദ്ദേഹം ഗോളാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ടീം പുറത്താണ്. മാർക്കസ് ലിയനാർഡോ, അൽ ഹിലാലിൻ്റെ താരം, 4 ഗോളുകൾ അവൻ്റെ വകയുമുണ്ട്. പിന്നെ ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ സെർഹോ ഗിറാസി, അദ്ദേഹത്തിനും 4 ഗോളുകൾ. പക്ഷേ ഇതിൽ ഗാർസിക്ക് തൻ്റെ ഗോൾ ടാലി വർദ്ധിപ്പിക്കാനുള്ള അവസരമുണ്ട്. 3 ഗോളുകളുമായിട്ട് തൊട്ട് പിന്നിലുള്ളത് ജമാൽ മുസിയാല പരിക്കേറ്റ് പുറത്തായി. അദ്ദേഹത്തിൻ്റെ ടീമും പുറത്തായി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽ ഫോഡനും എർലിംഗ് ഹാലൻഡും അവരും പുറത്തായവരാണ്. ജർമ്മൻ ബെർട്രേ മോണ്ടറിയുടെ താരം, അദ്ദേഹത്തിന് 3 ഗോളുകളുണ്ട്, ടീം പുറത്തായതാണ്. ഹാരി കെയ്ന്, മൈക്കൽ ഒലീസെ, അവർക്കും 3 വീതം ഗോളുകളുണ്ട്. കിനാൻ ഇൽഡിസ്, യുവന്റസിൻ്റെ താരം, അതുപോലെ തന്നെ അൽ അഹ്ലിയുടെ വെസാം അബു അലി, ചെൽസിയുടെ പെഡ്രോ നെറ്റോ എന്നിവർക്കും 3 വീതം ഗോളുകളുണ്ട്. പെഡ്രോ നെറ്റോക്ക് ഇനി സെമി ഫൈനലിലും അവസരമുണ്ട്. എന്തായാലും ആ ഒരു പോരാട്ടം ഇവിടെ തുടരുകയാണ്. ഗോൺസാലോ ഗാർസിയും പെഡ്രോ നെറ്റോയുമാണ് ഈ 1-2 സ്ഥാനങ്ങളിലുള്ളവർ സ്റ്റിൽ ടൂർണമെന്റിലുള്ളത്. എന്നും സംഭവിക്കാം. ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള പോരാട്ടം ഇതാ തുടരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.